ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം വിനയനാഥ്, പാറശാല ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗമാണ്. പ്രിയമുള്ളവരെ, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മളേറെ ആകാംക്ഷയോട് കാത്തിരുന്ന കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന നമ്മുടെ UDF ഗവൺമെന്റിന്റെ ദിവസമായിരുന്നു ഇന്നലത്തേത്. നമ്മുടെ ഗവൺമെന്റ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നതിന്റെ ഭാഗമായി തന്നെ രാവിലെ മുതലേ തന്നെ പല തിരക്കുകളായിട്ട് ആഘോഷ പരിപാടികളും മറ്റ് തിരക്കുകളുമായിട്ട് ഞാനും എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ തന്നെ കിട്ടിയ ഒരു ഇടവേളയിൽ ഞാൻ എൻ്റെ ഫോണ് ഒന്ന് നോക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു പോസ്റ്റ് എന്നെ വളരെ ആകർഷകമായി അതിനകത്ത് ഉൾപ്പെടുത്തി. ഞാൻ ആ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ സൈബർ ഇടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ട സഖാക്കൾ അങ്ങ് പടച്ചു വിടുകയാണ് കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. കാരണം അവരതിനകത്ത് ഉദ്ദേശിക്കുന്നത്, പ്രതിപാദിക്കുന്ന ആരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാടിന്റെ MP ശ്രീകണ്ഠൻ സാറിനെയാണ്. ശ്രീകണ്ഠൻ സാറ് പാലക്കാടിന്റെ MP-യും അവിടുത്തെ ഇപ്പൊ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ, അതായത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിന്റെ പത്നി ശ്രീമതി തുളസി ടീച്ചറാണ്. അപ്പോ തുളസി ടീച്ചർ ഇത്തവണ മത്സരിച്ച് വിജയിക്കുകയും ഇടത് കോട്ടയിൽ നിന്ന് തന്നെ വിജയിക്കുകയും അവർക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഇതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം, കുടുംബവാഴ്ച എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പിന്നാമ്പുറം നമുക്ക് ഒന്ന് പോയി മനസ്സിലാക്കാം. എന്തെന്നാൽ പ്രിയപ്പെട്ട തുളസി ടീച്ചർ ഈ പാർട്ടിയിലേക്ക് ഇന്നോ ഇന്നലെയോ കടന്നു വന്ന വ്യക്തിയല്ല. അവർ KSU കാലം മുതൽ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് അടിയുറച്ച് സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഈ 2000 ആണ്ടിൽ പ്രിയപ്പെട്ട തുളസി ടീച്ചർ പാലക്കാട് നിന്ന് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ആ മേഖലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ UDF ഗവൺമെന്റ് അവർക്ക് ഒരു അവസരം കൊടുത്തു. 2001 നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാനും, പക്ഷേ നിർഭാഗ്യവശാൽ അവർ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാലും അവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് തന്നെ പോയിക്കൊണ്ടിരുന്നു. തുടർന്ന് 2004 പ്രിയപ്പെട്ട നിലവിലെ പാലക്കാടിന്റെ MP ശ്രീകണ്ഠൻ സാറും നിലവിലെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ടുള്ള തുളസി ടീച്ചറും തമ്മിലുള്ള പ്രണയ വിവാഹം നടക്കുന്നത് തന്നെ. അപ്പോൾ ഈ 2004 അവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് പോലും അവരെ പാർട്ടി പരിഗണിച്ചു. അവർക്ക് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ അവസരം നൽകി. നിർഭാഗ്യവശാൽ അന്നും അവർ പരാജയപ്പെട്ടു. തുടർന്നും അവർ അവരുടേതായ മേഖലയിൽ അവരുടേതായ രീതിയിൽ അവർ പാർട്ടിയിൽ പ്രവർത്തിച്ചു. സംഘടനയെ അനുസരിച്ച്, സംഘടനയുടെ കെട്ടുപാടുകൾക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ അവർ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി